പാണത്തൂരിൽ കാണാതായ സന ഫാത്തിമയുടെ മൃതദേഹം ലഭിച്ചു. നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് പുഴയിൽ നിന്ന് മൃതദേഹം ലഭിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് വീട്ടുമുറ്റത്ത് നിന്ന് സനയെ കാണാതായത്. വിശദാംശങ്ങളുമായി MP ശരത്ചന്ദ്രൻ ചേരുന്നു. ശരത്, തികച്ചും നിർഭാഗ്യകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ കേൾക്കുന്നത്. എവിടെ വച്ചാണ് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്? പ്രജി, പാണത്തൂർ പുഴയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. സനയുടെ വീട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലത്തിലുള്ള സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയുടെ അടിത്തട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം. ഈ പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരുടെയും അതുപോലെ തന്നെ അഗ്നിശമന സേനയുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായ തിരച്ചിൽ തന്നെ നടത്തിയിരുന്നു. എന്തായാലും പ്രജി സൂചിപ്പിച്ചതുപോലെ അത്യന്തം ദുഃഖകരമായ ഒരു വാർത്ത. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക സന ഫാത്തിമയെ കാണാതായത്. ആ ഒരു സമയം മുതൽ സന ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള ഒരു സംശയമാണ് ആദ്യം മുതൽ തന്നെ ബലപ്പെട്ടത്. അതുകൊണ്ട് ഈ ഒരു സാധ്യത മാത്രം പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇതുവരെയുള്ള അന്വേഷണങ്ങളെല്ലാം നടന്നത്. സനയുടെ വീടിനോട് ചേർന്ന ഒരു നീർച്ചാലുണ്ട്. ഈ നീർച്ചാലിൽ കുട്ടി അന്ന് നല്ല മഴയുണ്ടായിരുന്നു. ഈ നീർച്ചാലിൽ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ പ്രധാനമായും വന്നത്. അതിന് ശേഷമാണ് പാണത്തൂർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിയത്. ആ തിരച്ചിലിലാണ് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച 6 ദിവസം പിന്നിട്ടു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പാണത്തൂർ പുഴയിൽ നിന്ന് സനയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. പ്രജയ്.